ഇവിടെ നല്ല രീതിയിൽ വെയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനെല്ലാം തരണം ചെയ്ത് വേണം ഇവർ പൊങ്കാല ഇടാൻ. എൻ്റെ മുമ്പിൽ ഇപ്പോൾ കാണുന്ന പൊങ്കാല അടുപ്പുകൾക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട് അപർണ. ഈ കാണുന്ന 101 പൊങ്കാല അടുപ്പുകൾ ഒരു ചേച്ചിയുടെ ഒരു നേർച്ചയാണ്. നമുക്ക് ആ ചേച്ചിയോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. ആളിവിടെ ഉണ്ട്. 3-4 ദിവസം മുമ്പ് തന്നെ ഇവിടെ വന്ന് നിൽക്കുകയാണ്, കാവൽ നിൽക്കുകയാണ്. അടുപ്പാരും എടുത്തോണ്ട് പോകാതിരിക്കാൻ, സ്ഥലം ആരും കൊണ്ടുപോകാതിരിക്കാൻ കാവൽ നിൽക്കുന്ന ഒരാളാണ്. ചേച്ചി എവിടുന്നാ വരുന്നത്? ഞാൻ കായംകുളം സ്ഥലത്ത് കറ്റാന. ഇപ്പൊ 101 അടുപ്പ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നേർച്ചയല്ലേ? നേർച്ചയാ. എന്തായിരുന്നു നേർച്ച? ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം 51 പൊങ്കാല ഇട്ടപ്പം പറഞ്ഞതാ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട്. അതിപ്പം എനിക്കത് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. അതാണ് എൻ്റെ അമ്മ എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു. ഞാൻ അമ്മയുടെ മുമ്പിൽ 5-6 വർഷം കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം എൻ്റെ മനസ്സ് വേദനയോട് വന്നിരുന്ന് ഞാൻ 51 പൊങ്കാല ഇട്ട്. അന്നേരം ഞാൻ നേർന്നപ്പോൾ അതിൻ്റെ കാര്യം സാധിച്ചപ്പോൾ എൻ്റെ മോനെയും കൊണ്ട് ഇടിയിക്കുന്നതാണ്. എല്ലാ വർഷവും വരാറുണ്ട് ഇവിടെ? എല്ലാ വർഷം വരാറുണ്ട്. ഒരു 8 വർഷത്തോളമായി ഇപ്പം. അപ്പൊ ഇവിടെ എല്ലാവരും ഒരടുപ്പ് കൂട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, സ്ഥലമില്ല. അപ്പൊ എങ്ങനെ ഈ 101 അടുപ്പുകൾ എങ്ങനെ കൂട്ടാൻ പറ്റി? ഞാൻ 4 ദിവസത്തേക്ക് മുമ്പേ വന്നു. 4 ദിവസത്തേക്ക് മുമ്പ് വന്ന് ഈ റോഡിൽ ഇരുന്നു കൊണ്ട് ഇവിടെ കല്ലും അടുപ്പും എല്ലാം മേടിച്ച് കൂട്ടി വരുന്നു. ഇന്ന് എല്ലാവരുടെയും ബഹളവും അടുപ്പിന് വേണ്ടി ഞാൻ ഒരുപാട് ത്യാഗം അനുഭവിച്ച് നിൽക്കുകയാണ്. എൻ്റെ അമ്മയുടെ മുമ്പിൽ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നു. അതാണ് ഞാൻ. അപ്പോൾ 1 മണിയാകുമ്പോഴത്തേക്ക് ഈ പൊങ്കാല അടുപ്പുകളിലെല്ലാം പൊങ്കാല ഇട്ട് നിവേദ്യത്തിന് തയ്യാറാക്കണം. ഈ 101 പൊങ്കാല അടുപ്പുകളിൽ എങ്ങനെ അത് സാധിക്കും? ഞങ്ങൾ ഓടി നടന്ന് തീ കത്തിച്ച് അരിയിട്ട് മോനാണ് ഇടുന്നത്. ഞങ്ങൾ ഓടി നടന്ന് തീ കത്തിച്ച് പൊങ്കാല റെഡിയാക്കും. സമയത്തിന് മുന്നേ എല്ലാം ശരിയാവും. അതാണ് എൻ്റെ അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കും. അമ്മയുടെ ശക്തിയും ബലവും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അമ്മയുടെ അനുഗ്രഹത്തോടെ ഞങ്ങൾ ഇടാനാണ് നിൽക്കുന്നത്. വ്രതത്തോടാണ് അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ നിൽക്കുന്നത്.